കാരണം ഇതൊക്കെ ആത്മജ്ഞാനം എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ അതിമാനുഷനൊന്നും ആവുന്നില്ല. നമ്മളുടെ ചില ടെൻഡൻസീസ് ഒക്കെ നമ്മളിൽ തന്നെ നിൽക്കും. നിങ്ങളുടെ വസ്ത്രധാരണം, ഞാൻ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, ഇതൊന്നും എൻ്റെ ആധ്യാത്മിക സാധനയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. പക്ഷെ ഇതൊരു ഫാൻസിയാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നല്ല വസ്ത്രം ധരിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്, ആ അലങ്കാര ഭൂഷിതനായിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇതിനും ആധ്യാത്മികതയ്ക്കും ഒരു ബന്ധമില്ല. ഇപ്പൊ ഞാൻ ആധ്യാത്മികമായിട്ട് ഇപ്പോൾ മോക്ഷം കിട്ടിയെന്ന് തന്നെ വിചാരിക്കാം, അറിയില്ല എനിക്ക്. അതിന് കിട്ടിയെന്ന് പറഞ്ഞാലും ഞാൻ ഇതൊക്കെ ചെയ്യില്ലായിരിക്കാം. പക്ഷെ ഇത് വെച്ചിട്ട് നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ രമണ മഹർഷി അവിടെ കോണ കൊടുത്തു, അദ്ദേഹത്തിന് അത് മതിയാവും. ഇപ്പോൾ ശൃംഗേരിയിലത്തെ ശങ്കരാചാര്യർക്ക് ബെൻസ് കാർ വേണം, അദ്ദേഹത്തിന് കിരീടം വേണം. ആ സന്യാസിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. എന്നാൽ പിന്നെ ലൗകികമാണോ ചോദിച്ചാൽ അതുമാണ്. അങ്ങനെയും ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ വാസനയുടെ ബേസിലാണ്. ഇതൊന്നും ബാഹ്യമായിട്ടുള്ള ഒരു കാരണത്തെ വെച്ചുകൊണ്ടും ബാഹ്യമായിട്ട് രൂപത്തെ കൊണ്ടോ അവരുടെ വാക്കുകളെ കൊണ്ടോ ഒന്നും നമുക്ക് അവരുടെ ആധ്യാത്മികമായ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിൽ പറഞ്ഞു വന്നത് ഇത്തരം സാധനങ്ങൾ ചെയ്തതിൻ്റെ കോൺസിക്വൻസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. രണ്ട് വിധത്തിലാണ് നോക്കേണ്ടത്. ഒന്ന്, സ്വന്തം ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഉണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾ. അതേമാതിരി ഇത് സമുദായത്തിൽ, നിങ്ങൾ ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ, സമുദായത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രതിഫലനങ്ങൾ. ഇത് രണ്ടും നമ്മൾ കണക്കിലെടുത്തിട്ട് വേണം ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങൾ സൊസൈറ്റിക്ക് ഒരു ത്രട്ടായി മാറും. അപ്പൊ അത് ശ്രദ്ധിക്കാതെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഉപാസനകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മിസ്ഫിറ്റ് ആവും. സൊസൈറ്റിക്ക് അധികപ്പറ്റായി തീരാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്താലും, ഇപ്പോൾ മോക്ഷം കിട്ടിയാലും അവസാനം നിങ്ങളുടെ എക്സിസ്റ്റൻസ് കൊണ്ട്, ഈ എക്സിസ്റ്റൻസ് മൊത്തത്തിൽ ക്രിയേഷനും നിങ്ങളുടെ ചുറ്റുപാടുമുള്ള സമുദായത്തിനും അന്തരീക്ഷത്തിനും സമാധാനമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കാൻ പറ്റിയാൽ മാത്രമേ നിങ്ങൾ എന്ത് അച്ചീവ്മെന്റ് ഉണ്ടെങ്കിൽ കാര്യമുള്ളൂ. അതല്ലാതെ നമ്മളുടെ ഉപാസന കൊണ്ട് നമ്മൾക്കും നമ്മൾക്കും അന്യർക്കും ഒരു വേദനയായിട്ടോ അല്ലെങ്കിൽ ഒരു ബോധറേഷനായിട്ടോ നമ്മൾ വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് നമ്മൾ ആധ്യാത്മികമായിട്ട് പറയാൻ പറ്റുക? അപ്പൊ അത് ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ ഇതാണ് പറഞ്ഞത്, ഈ പരമ്പരയെ പുനരുദ്ധരിക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരമ്പര എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനൊരു പരമ്പരയുണ്ട്, നിങ്ങളൊരു പരമ്പരയുണ്ട്. പക്ഷെ ഈ പരമ്പര എന്ന് പറഞ്ഞൊക്കെ മനുഷ്യ പരമ്പരയാണ്. എൻ്റെ ഗുരുവിനും നിങ്ങളുടെ പരമ്പരയുടെ ഗുരുവിനും അവർക്കും ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഒരേ പ്രശ്നങ്ങൾ തന്നെയാണ്. ഭയം ഉണ്ടായിരുന്നു, അസൂയ ഉണ്ടായിരുന്നു, പേടി ഉണ്ടായിരുന്നു, അവർക്കൊക്കെ ഈ ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഈ ഗുരുവാണ് വലുതെന്ന് പറയുന്നതിൽ ആ പരമ്പരയെ പറ്റി നമ്മൾ അതിൻ്റെ റീഇനിഷ്യേറ്റ് ചെയ്ത് എന്ത് കാര്യം? ഇപ്പോൾ ശ്രീരാമൻ ജനിച്ചു, അദ്ദേഹം ഉണ്ടായിരുന്നു, നമ്മളെ സംബന്ധിച്ചിടത്തോളം കഥയാണ്. ഇന്നിപ്പോ ശ്രീരാമനെ നിങ്ങൾ അനുഗ്രഹിച്ചിട്ട് അദ്ദേഹത്തിന്റെ രാമരാജ്യം ഉണ്ടാക്കണം ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ള ഒരു റിയാലിറ്റിയാണ്? ഇന്നിപ്പോ ശ്രീരാമൻ നമ്മളുടെ ഇടയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീരാമൻ ചെയ്തത് ധർമ്മമാണോ അധർമ്മമാണോ എന്ന് ആരാണ് തീരുമാനിക്കാൻ പോകുന്നത്? ഇന്ന് നമ്മൾ എന്തായാലും സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെയാണ് നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് ജഡ്ജ്മെന്റ് തരാൻ പോകുന്നത്. നമുക്ക് എന്ത് വിശ്വാസം ഉണ്ടെങ്കിലും ശരി, അവർക്ക് അടിമപ്പെട്ട പോലീസും നിയമങ്ങളൊക്കെ ഉണ്ട്. ആ നിയമങ്ങൾക്കനുസരിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ പോയി ഞാൻ ശ്രീവിദ്യ ഉപാസകനാണെന്നോ അല്ലെങ്കിൽ കാളി ഉപാസകനാണെന്നോ പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് വേണ്ടത് ഒരു ഐഡന്റിറ്റി മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ആധാർ ഐഡന്റിറ്റി മാത്രമേ വേണ്ടൂ. ആധാറിലുള്ള ഐഡന്റിറ്റി ഉണ്ട്, അത് കൃത്യമായിട്ടും വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു ഐഡന്റിറ്റിയാണ്. അതിൽ കൂടുതലായിട്ടുള്ള ഐഡന്റിറ്റി നമ്മൾ സ്വയം അസ്യൂം ചെയ്തതാണ്. ഞാൻ എക്സ് ആണ്, വൈ ആണെന്നൊക്കെ ഞാൻ പറയുന്ന സമയത്ത് ഇതൊക്കെ അധികപ്പറ്റാണ്. അതൊന്നും ആധാർ കാർഡിൽ വന്നിട്ടില്ല. പ്രകൃതിയെ സംബന്ധിച്ചോളം ഈ ആധാർ കാർഡ് മാത്രമേ സത്യമുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പ്രകൃതിയെ സംബന്ധിച്ചോളം അതിന് വിലയില്ലാത്ത കാര്യമാണ്. നമ്മളാണ് ഈ ഹയറാർക്കിയെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എനിവേ, ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇത്തരം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് അന്ന് ഉണ്ടായിരുന്നത് ഞാൻ ഇന്ന് വിശകലനം ചെയ്യുന്ന സമയത്ത് 80% ഞാൻ ഇമാജിനേഷൻ ആണെന്ന് പറയാൻ കാരണം അത് അന്നത്തെ ആ എക്സ്പീരിയൻസോട് കൂടി അത് പിന്നെ റിപ്പീറ്റഡ് ആയില്ല എന്നുള്ളതാണ്. പിന്നെ എന്നെ സംബന്ധിച്ചോളം ഈ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഉച്ഛിഷ്ടത്തിൽ ഗണപതിയെ കാണാൻ പറ്റണം എന്നുള്ളതാണല്ലോ അത് മോട്ടീവായിട്ട് വന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എൻ്റെ മനസ്സിൽ ഈ നല്ലതും ചീത്തയും തെറ്റും ശരിയും ഇതിനപ്പുറത്ത് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു തോന്നലെങ്കിലും വരുന്നുണ്ട്. ഞാൻ ഒരു ക്ലെയിമായിട്ട് പറയുകയല്ല, പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നത് സ്വാഭാവികമായിട്ട് ഞാൻ എഫർട്ട് ഇല്ലാതെ തന്നെ എന്നെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരു അമ്പലത്തിൽ പോയിട്ട് പായസം നിവേദിക്കുന്നതും അല്ലെങ്കിൽ ഒരു കോഴി അറക്കുന്നതും എന്നെ സംബന്ധിച്ചോളം ഇപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്.
ഇപ്പോൾ ഇങ്ങനെയുള്ള ചില ഇമ്പാക്റ്റുകളാണ് ആന്തരികമായിട്ട് എന്നെ സംബന്ധിച്ചോളം ഒരു ഉപാസനയിലൂടെ ഒരു പുരസ്ചരണത്തിലൂടെ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ഉപാസന ചെയ്യാൻ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇത് ഒരു അനുഭവമാണ്. ഇതിന് സീരിയസ് ആയിട്ട് പിന്നെ ഇത് തുടങ്ങി കഴിഞ്ഞ ശേഷം ഞാൻ അടുത്തയിലേക്ക് പോയത് നേരെ ചിന്നമസ്തയ്ക്കാണ് പോകുന്നത്. അത് നമുക്ക് വേറൊരു എപ്പിസോഡിലേക്ക് പറയാം. അടിസ്ഥാനപരമായി ഇത്രയേ ഉള്ളൂ. ഓരോ വ്യക്തിയും അവനവൻ തീരുമാനിക്കുന്ന ഉപാസനമൂർത്തിയെ സെലക്ട് ചെയ്ത ശേഷം പൂർണ്ണമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റോട് കൂടി അല്ലാതെ ആ ദേവതയെ സമീപിച്ചാൽ തീർച്ചയായിട്ടും ആ ദൈവത്തിൻ്റെ ശാപതാപങ്ങൾക്ക് നിങ്ങൾ വിധേയമാകേണ്ടി വരും എന്നുള്ളതാണ് സത്യം. അത് നിങ്ങൾ ജ്യോതിഷം പറഞ്ഞാലും ശരി, ജ്യോതിഷം അല്ലാതെ നിങ്ങൾക്ക് സ്വയം മനസ്സിലാവാൻ ശരി, എങ്ങനെയാലും ഈ സംഭവമാണ്. നമ്മൾ ഓരോ വ്യക്തിയുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഹ്യൂമൻ ബീയിങ് ലെവലാണെങ്കിൽ ശരി, ഹ്യൂമൻ ലെവലാണെങ്കിലും ദേവത സംബന്ധമാണെങ്കിലും അതിനൊരു കംപ്ലീഷൻ കൊടുക്കണം. ആ കംപ്ലീഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഋണബാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഇപ്പോഴത്തെ ജീവിതത്തിലും വരും, അടുത്ത ജീവിതത്തിലും കിടക്കും. അപ്പോൾ പുതിയതായിട്ട് ഒരെണ്ണത്തിനെ കൊണ്ടുവരുന്നതിന് മുമ്പ് അത് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി, ഇനി ദേവതാ സങ്കല്പത്തിലുള്ള ഉപാസന മൂർത്തിയാണെങ്കിൽ ശരി, 1000 ടൈംസ് ആലോചിച്ചോളൂ. പുതിയതായിട്ടൊരു വയ്യാവയിലേക്ക് കയറണം വേണ്ടോ എന്നുള്ളത് തീരുമാനിച്ച് ചെയ്യാം. കാരണം ഇതൊന്നും നമുക്ക് ആനയെ വാങ്ങിച്ച് തൊഴിട്ട് കെട്ടിമാരിയാവും. നമുക്ക് നമ്മളുടെ നിത്യജീവിതത്തിലെ നമ്മളുടെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള സമയമേ നമുക്ക് പോരാ. അതിനിടയ്ക്ക് നമ്മൾ ഇങ്ങനത്തെ വളരെ കർക്കശമായിട്ടുള്ള ചില ശക്തികളൊക്കെ നമ്മൾ ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ പ്രശ്നമൊന്നും അറിയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പൈസ ഉണ്ടോ, ബാങ്ക് ബാലൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അതൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല. അവരെ വിളിച്ചു കഴിഞ്ഞ സമയത്ത് അവർക്ക് ആഹാരം കൊടുക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും. ഒരു കരുണയും കാണിക്കില്ല. ശ്രദ്ധിച്ചോളൂ. അതിപ്പോൾ സാത്വികമായിട്ടുള്ള പിന്നെ ദേവത എന്നൊക്കെ പറയുന്നുണ്ട്. ഏത് ദേവതയാണെങ്കിലും ഇതൊക്കെ മനസ്സിലാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ മനസ്സാണ് ദേവത. നിങ്ങളുടെ മനസ്സ് തന്നെയാണ് ഈ ദേവതയെ ശാപമായിട്ട് മാറാൻ പോകുന്നത്. നിങ്ങളുടെ കുറ്റബോധമാണ് ദേവതാ ശാപം എന്ന് ഞാൻ പറയുന്നത്. ദേവതയ്ക്ക് എന്തായാലും ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഇല്ല. നിങ്ങളാണല്ലോ ദേവതയെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതാണ് കുറ്റബോധമാണ്. ഞാൻ ആഹാരം കൊടുത്തില്ല, കുളിപ്പിച്ചില്ല എന്നൊക്കെ പറയുന്നത്, അപ്പൊ എൻ്റെ കണ്ണ് കുത്തും, മൂക്ക് കുത്തും എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ മാത്രമുള്ളതാണ്. ആ ദേവതയ്ക്കുമായിട്ട് ബന്ധമേ ഇല്ല. അതുകൊണ്ട് ഒരു ഉപാസനയ നല്ലതാണോ ചേത്തിയാണോ തീരുമാനിക്കുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എന്തിനു വേണ്ടി നിങ്ങൾ ഇത് ചെയ്യുന്നു? ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇതൊന്നുമില്ലാതെ, ഈ മന്ത്രവും തന്ത്രവും അമ്പലങ്ങളും ഗുരുക്കന്മാരും ഒന്നുമില്ലാതെ, ഒരു ടെക്സ്റ്റും ഇല്ലാതെ, ഒരു സീക്രട്ട് ടെക്സ്റ്റും ഇല്ലാതെ നമ്മൾ 2 വർഷം ജീവിച്ചിട്ടുണ്ട്. 1919-ലും 20-ലും ഇടയ്ക്ക്, 18-നും 20-നും ഇടയ്ക്ക് ഈ കൊറോണ കാലം വന്നു. ആ സമയത്തൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ ആ കൂടെ കടന്നു പോയതാണ്. അന്നൊക്കെ ഈ ദേവതകളും ഈ അമ്പലങ്ങളും ഈ പൂജാരികളും ഈ സാധനകളും തന്ത്രവും ഒക്കെ എവിടെ പോയി? അന്നാർക്കും വേണ്ടല്ലോ, അമ്പലങ്ങളിൽ അടച്ചിട്ടില്ലേ? അപ്പൊ ഇതൊക്കെ നമ്മളുടെ എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇത് ആശ്രയിച്ചതെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾക്ക് ഹോസ്പിറ്റലിൽ തിരക്ക് കുറഞ്ഞു. ശരിക്കും നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൊറോണ കാലത്ത് ഈ ഹോസ്പിറ്റലിൽ പോകുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു. കാരണം ഇപ്പോൾ തൊട്ടതിനും പിടിച്ചതിനൊക്കെ അതിന് മുമ്പാണെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനൊക്കെ നിങ്ങൾ ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് ആ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്നു. ഇപ്പം എന്തായി? നിങ്ങൾ സ്വയമായിട്ട് ആ റെസ്പോൺസിബിലിറ്റി എടുത്തു. നിങ്ങൾ വീട്ടിനകത്തായി, കംപ്ലീറ്റ് ക്വാറന്റൈനാണ്. പുറത്തിറങ്ങാൻ പറ്റില്ല, പുസ്തകം വായിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് സിനിമ തിയേറ്ററിൽ പോകാൻ പറ്റില്ല, ഹോട്ടലിൽ പോകാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്തു? ഇതൊന്നുമില്ലാതെ 2 കൊല്ലത്തോളം ഇത്തരം വലിയൊരു വയലൻസ് ഒന്നും ഇല്ലാതെ ഒരു സമുദായത്തെ നമ്മൾ ജീവിച്ചില്ലേ? അപ്പോൾ നമ്മളുടെ അമ്പലത്തിൽ പോകാതിരിക്കുന്നതുകൊണ്ട് ദൈവം എന്നെ എന്തെങ്കിലും തരത്തിലുള്ള ശിക്ഷിക്കുമോ എന്നുള്ള പേടിയൊക്കെ എവിടെ പോയി? അപ്പം ഇത് നമ്മൾ തന്നെ കൃത്യതാണ്, നമ്മൾ പ്രൂവ് ചെയ്തതാണ്. എന്നുവെച്ചാൽ ഇതൊന്നും ഇൻഡിസ്പെൻസിബിൾ അല്ല എന്നുള്ളത്. ഇത് വെറും എന്റർടൈൻമെന്റ് മാത്രമേ ആവുന്നുള്ളൂ. യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ ഇതൊന്നും മനസ്സിന്റെ പരിധിക്കകത്ത് നിൽക്കുന്ന സാധനമല്ല. അങ്ങനെ ഒരു സാധനം ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് നിങ്ങൾ സൃഷ്ടി നോക്കുന്ന സമയത്താണ് അതിൻ്റെ ആ മിറാക്കിൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇതെന്താണ്? ഒരു മനുഷ്യ ശരീരം എടുത്തു നോക്കൂ. ഇതിനേക്കാളും ഒരു മിറാക്കിൾ വേറെ എവിടെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക? എത്ര കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റും? അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന ഒരു ശക്തിയുണ്ട്. അത് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അത് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇതിനെ മുകളിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറേ തിയറീസും ഇതെല്ലാം നമ്മൾ വലിച്ചെറിയണം. ഇതൊന്നും വേണ്ടെന്ന് വെക്കണം. അതിപ്പോൾ നിങ്ങൾ എക്സിസ്റ്റൻഷ്യൽ ലെവലിൽ നോക്കൂ. വലിയ വലിയ ആധ്യാത്മിക ആചാര്യന്മാരായി സങ്കല്പിക്കപ്പെട്ടവരൊന്നും ഇന്റലക്ച്വൽസ് ഒന്നും ആയിരുന്നില്ല. അവർ മാത്രമല്ല, അവർ ഈ ട്രഡീഷനിൽ നിന്ന് മാറിപ്പോയവരാണ്.
എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പാറ്റേൺ ഒന്നും മാറിപ്പോയവരാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്തതല്ല. ഇത് ആത്മാർത്ഥതയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് നിങ്ങളുടെ ജീവിതം? വാട്ട് ഫോർ യു ആർ എക്സിസ്റ്റിംഗ്? നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് എന്താണ് ബന്ധം? എന്താണ് കടപ്പാട്? ഇതൊക്കെ നമ്മൾ നോക്കണം. ഇവിടെയൊക്കെ നമ്മളെ തന്നെ മൂക്കിനും താഴെ നടക്കുന്ന ഒരു സംഭവത്തിനെ പൂർണ്ണമായി കൈകാര്യം ചെയ്യാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഇതിന് മനസ്സിനപ്പുറത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ദേവതയെ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുക? ഇല്ലേ? എത്ര ഗൗരവമായിട്ടുള്ള കാര്യമാണ് നോക്കൂ. ഇതിനെ ബേസ് ചെയ്തിട്ട് എത്ര ജന്മങ്ങൾ, എത്ര ആൾക്കാർ കുടുംബം വിട്ട് ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി അവിടെ നിന്ന് മന്ത്രശേഷി വട്ടുപിടിച്ച് നടക്കുന്നുണ്ട്. ഇതാണോ നമ്മൾ ആധ്യാത്മികത പരമ്പര നമ്മൾ നിലനിർത്തണമെന്ന് പറയുന്നത്? സോ ഇറ്റ്സ് ഹൈ ടൈം യൂസ് യുവർ ബ്രെയിൻ. ഇന്ന് സയൻസ് ഒരുപാട് ഡെവലപ്പ് ആയതാണ്, ഒരുപാട് ഫാക്ടേഴ്സ് അവൈലബിൾ ആണ്. സ്വന്തം ബുദ്ധി ഉപയോഗിക്കൂ. ഇത് സ്വന്തം കാര്യം സ്വന്തം അധ്വാനം കൊണ്ട് മാത്രം നേടേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് വേറൊരാളുടെ തലയിൽ റെസ്പോൺസിബിലിറ്റി തലയിൽ വെച്ച് കെട്ടാൻ പറ്റില്ല. നിങ്ങൾ ഗുരുവിൻ്റെ അടുത്ത് പോയി കാല് പിടിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റും? ഒരു സൈക്യാട്രിസ്റ്റ് പോയിട്ട് അയാൾക്ക് നിങ്ങൾ കാലിൽ വിടാൻ പറ്റുമോ? പോയിട്ട് എന്ത് കാര്യം? നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് പറ്റാത്ത രീതിയിലാണെങ്കിൽ, ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഹെൽപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രകൃതി നിങ്ങൾക്ക് കൊണ്ടുതരും. എങ്ങനെയെന്നൊന്നും ചോദിക്കരുത്. ആത്മാർത്ഥതയ്ക്കാണ് പ്രാധാന്യം. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഇൻറ്റൻസ് ആയിട്ടുള്ള ആ ആവശ്യം, അതിനെയാണ് നമ്മൾ മുമുക്ഷത്വം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനുള്ള അർജൻസി, അത് വരുന്ന സമയത്ത് പ്രകൃതി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുതരും അതിൻ്റെ സൊല്യൂഷൻ. കാരണം പ്രകൃതി തന്നെയാണ് നിങ്ങൾ. ആക്ച്വലി നിങ്ങളുടെ പ്രാരബ്ധങ്ങളൊക്കെ നിങ്ങൾ പറയുന്നത് നിങ്ങളോട് തന്നെയാണ്, വേറൊരാളല്ല. അപ്പൊ ഈ ബോധമൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ ആധ്യാത്മികതയിലേക്ക് ശരിക്കും ആദ്യം കിടക്കുന്നത്. അതുവരെയുള്ളതെല്ലാം വെറും കളിയാണ്, വെറും പ്രഹസനം മാത്രമാണ്. അതുകൊണ്ടാണ് അതിന് ഒരു പുരോഗതി ഇല്ലാതെ. പുസ്തകങ്ങൾ ഇറക്കുന്നുണ്ട് ആൾക്കാർ, കുറേ പ്രഭാഷണങ്ങൾ ഇറക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ മാറിയിട്ടില്ലോ. എത്ര കാലമായി നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ. സത്യം അതാണ്. അത് മനസ്സിലാക്കുക. നിങ്ങൾ കഴിവിൻ്റെ ഉപയോഗിക്കും. പരമാവധി നിങ്ങൾക്ക് എന്ത് കഴിവുണ്ടോ ആ കഴിവ് പരമാവധി ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടുകൊടുക്കുക. അതിനെയാണ് സമർപ്പണം എന്ന് പറയുന്നത്. അല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഗുരുവിൻ്റെ അടുത്ത് പോവുക, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് പോവുക, അല്ലെങ്കിൽ വേറെ കൗൺസിലിങ്ങിന് പോവുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ അഡ്രസ് ചെയ്യാൻ പോകുന്നില്ല. 5 വയസ്സിലുണ്ടായിരുന്ന അതേ പ്രശ്നം തന്നെയാണ് 55ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ വാക്കുകളുണ്ട് പ്രവർത്തിക്കുന്നത് ഇംഗ്ലീഷിൽ പറയുമായിരിക്കും, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുമായിരിക്കും എന്നല്ലാണ്ട് വസ്തുത ഇതിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള ആധ്യാത്മികതയൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതൊരു എന്താ പറയുക, ഒരു ചില്ലറ കളിയല്ല. അത് നല്ലോണം ആലോചിച്ച് വേണം ചെയ്യാൻ. നിങ്ങൾ തെറ്റായിട്ട് നിങ്ങൾ വളരെയധികം സ്നേഹിച്ച് വളർത്തി വെച്ചിരിക്കുന്ന പല കോൺസെപ്റ്റിനും നിങ്ങൾ ഒറ്റ കൊണ്ട് വലിച്ചെറിയേണ്ടി വരും. ഇതൊന്നും സത്യമല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേണമെന്ന് വെക്കേണ്ടി വരും. അത് ബന്ധമായാലും ശരി, ഇനി വസ്തുതയാണെങ്കിലും ശരി, സ്ഥലമാണെങ്കിലും ശരി, വേണമെന്ന് വെക്കേണ്ടി വരും. ഇതൊക്കെയാണ് ബുദ്ധന്മാരിയുള്ള ആൾക്കാരൊക്കെ ചെയ്തത്. സത്യമല്ല എന്ന് പറഞ്ഞപ്പോൾ വിട്ടിട്ട് പോയി, അത്രയേ ഉള്ളൂ. അപ്പൊ അതിനൊക്കെ തയ്യാറല്ലാത്ത ആൾക്കാർ ചുമ്മാ നേരം പോക്കിന് വേണ്ടി 1/2 മണിക്കൂർ 1 മണിക്കൂർ വന്ന് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് പ്രയോജനം? അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്ത് കണ്ടിന്യൂ ചെയ്യട്ടെ. ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഡോണ്ട് വേസ്റ്റ് ഇറ്റ്. നിങ്ങളിപ്പോൾ ആധ്യാത്മിക തലത്തിലൊന്നും ഉയരണമെന്ന് ഞാൻ പറയുന്നില്ല, അതൊന്നും വേണമെന്നില്ല. പക്ഷേ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, നിങ്ങൾ എന്തിനു വന്നു എന്നുള്ളതെങ്കിൽ ബേസിക്കായിട്ട് അറിയണം. നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോൺസിബിലിറ്റി എന്നറിയാം. അത് ഡിസ്ചാർജ് ചെയ്ത് നിങ്ങളൊരു ഗ്രേസ്ഫുൾ ആയിട്ട് നിങ്ങൾ ഇവിടുന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോകും. അല്ലാതെ നിങ്ങൾക്ക് സമാധി കെട്ടിയിട്ട് എന്ത് പ്രയോജനം? ഓക്കെ, ഇപ്പോൾ ഇത്രയും മാത്രം പറയാം. അപ്പോൾ ഇനിയിപ്പോൾ വേറൊരു എന്താ പറയുക, ഒരു പുനർജന്മത്തിൻ്റെ ഇഫക്റ്റോട് കൂടി ഞാൻ അടുത്ത പ്രാവശ്യം വരാം. ഞാനിപ്പോൾ ആദ്യമേ പറയുന്നു, ഇതൊന്നും ഞാൻ നിങ്ങളെ പറഞ്ഞ് ബലിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ എന്നെ ഗ്ലോറിഫൈ ചെയ്യാനോ പറഞ്ഞതല്ല. ഇതിന് വരുന്ന ഇൻഹറൻ്റ് ആയിട്ട് ചില അപകടങ്ങളുണ്ട്, അത് ഞാൻ സൂചന തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. Oh